വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള ഡോക്സ്. ഇന്നത്തെ വീഡിയോ എന്നത് ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് നിൽക്കുന്നത് ഉണ്ണിമൂന്നന്റെ മാനേജരെ തല്ലി എന്നുള്ളൊരു ഇതാണ് രാവിലെ തൊട്ട് നമ്മൾ ന്യൂസിലും മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഉണ്ണിമൂന്നന്റെ FB പേജിൽ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. 2018 ബിബിൻ എന്ന ആള് ഉണ്ണിമൂന്നനെ സമീപിക്കുന്നത്. അന്ന് ഉണ്ണിമൂന്നൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന പടം പുള്ളിയുടെ ബാനറിൽ, അത് ഉണ്ണിമൂന്നന്റെ ബാനറിലാണ്, ഉണ്ണിമൂന്നനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പടമാണ്. അതിനുവേണ്ടിയാണ് ബിബിൻ സമീപിക്കുന്നത്. അതിനു മുമ്പ് ബിബിൻ നിരവധി പടത്തിന്റെ PR ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ബിബിൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് അങ്ങനെയാണ് ഇവർ അടുക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് മാർക്കോയുടെ എന്ന സിനിമ ഷൂട്ട് നടന്ന സമയത്ത് അവിടെ വെച്ച് സെറ്റിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ണിമൂന്നന്റെ മാനേജരാന്ന് പറയുന്ന വ്യക്തി ബിബിൻ, എന്താ ഒഫീഷ്യലായിട്ട് പുള്ളിയെ ബിബിനെ മാനേജർ ആക്കിയിട്ടില്ലെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ആ വ്യക്തി അവിടുത്തെ എന്തോ അവിടെ വിഷയം ഉണ്ടായിട്ടുണ്ട്, അന്ന് അവർ പറഞ്ഞു തീർത്തതെന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബിന് ഈ പടത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഉണ്ണിമൂന്നന്റെ ഫ്രണ്ടായ വിഷ്ണു ഉണ്ണിത്താനും സാന്നിധ്യത്തിൽ ഈ ബിബിൻ അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞതെന്ന് ഒരു ഓൺലൈൻ മാധ്യമ ചാനൽ ഇന്റർവ്യൂവിൽ ഈ വിഷ്ണു ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നും ഉണ്ണിമൂന്നന്റെ FBയിൽ അതിനകത്ത് അത് പറയുന്നുണ്ട്. അതുപോലെ ഒരു ഫിസിക്കൽ അറ്റാക്കും നടന്നിട്ടില്ല എന്ന് ഉണ്ണിമൂന്നൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫുൾ CCTV നിരീക്ഷണത്തിലാണെന്നും അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നും ഉണ്ണിമൂന്നൻ പറയുന്നുണ്ട്. ആ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സത്യാവസ്ഥ അറിയില്ല. കാരണം ഉണ്ണിമൂന്നൻ പറയുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും ന്യൂസിലെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിബിൻ പറയുന്ന കേസുകളും നമ്മൾ എന്തായാലും ഒരാളെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ട് പോയി. കാരണം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പറഞ്ഞ് പരിഹരിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ പുള്ളി ഇത് വ്യാജമായിട്ട് കൊടുത്തിട്ട് പരാതിയാണെങ്കിൽ അതിന് പുള്ളിക്കെതിരെ നടപടി എടുക്കണമെന്ന് നമ്മൾ പറയുന്നുള്ളൂ. കാരണം നമ്മൾ സെലിബ്രിറ്റിയാണ് പുള്ളിനകത്ത് ഇടപെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഇത്ര ഇതും വന്നതും. നമ്മൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തതും. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.